വയനാട് പടമലയിൽ അജീഷിനെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ ട്രാക്ക് ചെയ്ത് വനംവകുപ്പ്. ചെമ്പകപ്പാറ വനമേഖലയിലാണ് ആന ഉള്ളതെന്നാണ് വിവരം. ഇതോടെ ആനയെ മയക്കുവെടിവെക്കാനുള്ള സാധ്യത തെളിയുന്നു. കേരളത്തിന്റെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മാത്രമേ ബേലൂർ മഗ്നയെ മയക്കുവെടിവെക്കൂ എന്നും മറിച്ചായാൽ കർണാടകയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു. ജനവാസ മേഖലയിൽ തന്നെ ആന തുടരുന്ന ഘട്ടത്തിലാണ് നമുക്ക് വെടിവെക്കേണ്ടി വരിക. പിന്നെ ഇപ്പോൾ ഈ ആന കർണാടക വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. കർണാടകത്തിലേക്ക് വനമേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ കർണാടക ഗവൺമെൻറ് തന്നെയാണ് തീരുമാനിക്കേണ്ടത്. വിശദാംശങ്ങളുമായി സാനിയോ മനോമി, വി എസ് രഞ്ജിത്ത്, ദീപക് മോഹൻ എന്നിവർ ചേരുന്നു. ആദ്യം സാനിയോ മനോമിയിലേക്ക്. സാനിയോ മനോമി, നേരത്തെ മണ്ണുണ്ടി ആദിവാസി കോളനിക്ക് സമീപത്താണ് ഈ ആനയെ നമ്മൾ ലൊക്കേറ്റ് ചെയ്തത്. ഇപ്പോൾ ആന മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനം വകുപ്പ് കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് കർണാടക അതിർത്തിയിലേക്ക് പോയാൽ മയക്കുവെടിവെക്കാനുള്ള സാധ്യത കുറയുമെന്നാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും മയക്കുവെടിവെക്കാനുള്ള സാധ്യത കൂടുതൽ തെളിയുകയാണോ സാനിയോ? അങ്ങനെ തന്നെ വേണം പറയാൻ. ഞാൻ ഇപ്പോൾ കൃത്യമായി ഞങ്ങളിപ്പോൾ ഉള്ളത് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം, അതായത് ഈ കാണുന്നത് തോൽപ്പെട്ടി വനമേഖലയാണ്. ഇവിടെയുള്ള ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം, ഈ ആനപ്പാറയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ചെമ്പകപ്പാറ വനത്തിന് ഉള്ളിലായിട്ടാണ് ഇപ്പോൾ ആനയുടെ സിഗ്നൽ കിട്ടിയതായി വനംവകുപ്പ് അധികൃതർ പറയുന്നത്. അങ്ങനെയെങ്കിൽ തോൽപ്പെട്ടി വനമേഖലയിൽ തന്നെ ആന ഇപ്പോഴും ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർണാടകയിലേക്ക് ആന കടന്നിട്ടില്ല. ഒരു പക്ഷേ ഒരു സമയത്ത് കർണാടക അതിർത്തി കടന്ന് പോയിട്ടുണ്ടാകാം, പക്ഷേ വീണ്ടും തിരിച്ചു വരുന്നതായാണ് ഇപ്പോൾ സിഗ്നലുകളിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നതെന്നാണ് പറയുന്നത്. ഈ 4 കിലോമീറ്റർ പരിധിയിൽ ഇപ്പോഴും ആനയുണ്ട്. തോൽപ്പെട്ടി വനമേഖലയാണ് ഈ കാണുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഇത് മൈസൂർ മാനന്തവാടി റോഡാണ്. മൈസൂർ മാനന്തവാടി റോഡിൽ ബാവലിയിലേക്ക് പോകുന്ന വഴിയിലാണ് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ആനപ്പാറയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ ചെമ്പകപ്പാറ വനമേഖലയിലാണ് ആനയുടെ സിഗ്നലുകൾ ഇപ്പോൾ കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, മയക്കുവെടി വെക്കാനുള്ളൊരു സാധ്യത കൂടുതലായി തെളിയുന്നു എന്നുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രദേശം ജനവാസ മേഖല അടുത്തുള്ള 1 കിലോമീറ്ററിനുള്ളിലൊക്കെ ജനവാസ മേഖലയുള്ളൊരു പ്രദേശമാണെന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കാനുള്ളൊരു സാധ്യതയും കൂടുതലായി കാണുന്നു. നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ കേരളത്തിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ മാത്രമേ മയക്കുവെടി വെക്കാനാവുകയുള്ളൂ, കർണാടകയിലേക്ക് പോയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ ആന ഇപ്പോഴും കേരളത്തിലെ തോൽപ്പെട്ടി വനമേഖലയിൽ തന്നെ തുടരുകയാണ്. സ്വാഭാവികമായും മയക്കുവെടിയെക്കുറിച്ചുള്ള ആലോചനകൾ വീണ്ടും തുടങ്ങിയതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ 4 കുങ്കിയാനകളെയും എത്തിച്ചിട്ടുണ്ടായിരുന്നു. 4 കുങ്കിയാനകളും ഇപ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ട്. വനം വകുപ്പ് ആനയെ ട്രാക്ക് ചെയ്യുമ്പോൾ ജനവാസ മേഖലയുടെ അടുത്താണോ ഇപ്പോഴും ഈ ആനയുള്ളത്? ജനവാസ മേഖലയിൽ നിന്നും 1 കിലോമീറ്റർ അകലെ 1 കിലോമീറ്റർ പരിധിയിൽ ആണുള്ളത്. ചെമ്പകപ്പാറ എന്ന് പറയുന്ന വനമേഖലയിലാണുള്ളത്. 1 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്, വനത്തിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ട്രാക്കിംഗ് യന്ത്രത്തിന് 100 മീറ്റർ പരിധിയിൽ ആനയുണ്ട് എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ട്രാക്കിംഗ് യന്ത്രത്തിൻ്റെ 100 മീറ്റർ പരിധിയിൽ ആനയുണ്ടെങ്കിൽ മാത്രമേ സിഗ്നലുകൾ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ. അങ്ങനെ ഇപ്പോൾ സിഗ്നലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ജനവാസ മേഖലയിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുന്ന ജനവാസ മേഖലയ്ക്ക് അടുത്ത് തന്നെ ഉണ്ട് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതായത് മയക്ക് വെടിവെക്കാനുള്ള സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. ജനവാസ മേഖലയിൽ തന്നെയാണ് ആന ഉണ്ടായിരുന്നതെങ്കിൽ മയക്കുവെടി വെക്കുമെന്നായിരുന്നു മന്ത്രി പറഞ്ഞിരുന്നത്. അങ്ങനെയെങ്കിൽ ആ സാഹചര്യം ഇപ്പോഴും നിലവിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റവന്യൂ വകുപ്പ് അധികൃതരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള അധികൃതരും അതുപോലെ പോലീസും അടക്കം സ്ഥലത്തെത്തി സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് മൈസൂർ മാനന്തവാടി റൂട്ടിൽ ബാവലിക്ക് തൊട്ട് മുൻപ്, മാനന്തവാടിയിൽ നിന്നും മൈസൂരിലേക്ക് പോകുമ്പോൾ ബാവലിക്ക് തൊട്ട് മുൻപാണ് ഈ ചെമ്പകപ്പാറ എന്ന് പറയുന്ന വനമേഖലയുള്ളത്. തോൽപ്പെട്ടി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട വനമേഖലയാണ് ഇത്. ഇവിടെ നേരത്തെയും നിരന്തരമായ ആനശല്യം, അതുപോലെ കടുവ, ഇതൊക്കെ ഉണ്ടായിരുന്നൊരു പ്രദേശമാണിത്. ഈ വനമേഖലയിലാണ് ഇപ്പോൾ ബേഗൂർ മഗ്ന നിലയുറപ്പിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് കൃത്യമായി ആനയുടെ ട്രാക്കിംഗ് കിട്ടുന്നുണ്ട് എന്നാണ് വനം വകുപ്പ് അധികൃതർ നമുക്ക് നൽകുന്ന വിശദീകരണം. ഞാൻ തിരിച്ചു വരാം. വി എസ് രഞ്ജിത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ കുങ്കിയാനകളെ ബാവലി ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. 4 കുങ്കിയാനകളും ബാവലി ക്യാമ്പിലുണ്ട്. ഈ കുങ്കിയാനകളെ ഉടൻ ഇപ്പോൾ സാനിയോ മനോമി നേരത്തെ സൂചിപ്പിച്ച ഈ ആനപ്പാറ എന്ന് പറയുന്ന ആനയെ ട്രാക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടോ ഇപ്പോൾ?
ഒരിക്കലുമില്ല അരുൺ. ഈ പറയുന്ന ചെമ്പകപ്പാറ ഭാഗത്തേക്ക് ആനയെ കൊണ്ടുപോയി കുങ്കിയാനകളെ കൊണ്ടുപോയി അവിടെ നിന്ന് മയക്കുവെടി വെക്കാനുള്ള സാധ്യത നിലവിലില്ല. കാരണം നേരത്തെ സാനിയോ സൂചിപ്പിച്ച പോലെ തന്നെ ചെമ്പകപ്പാറ ഭാഗത്ത് നിന്ന് ഈ ആനപ്പാറ ഭാഗത്തേക്ക് ഇറങ്ങി വന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള സാധ്യതയുള്ളൂ. ചെമ്പകപ്പാറ എന്ന് പറയുന്നത് ഉൾവനം തന്നെയാണ്, 4 കിലോമീറ്റർ ഉള്ളോട്ടുള്ള മേഖലയാണ്. നമുക്കിതിൻ്റെ ഒരു ജോഗ്രാഫിക്കലായിട്ടുള്ള ഒരു ഘടന മനസ്സിലായാൽ മാത്രമേ ഈ ആന നിൽക്കുന്നതിൻ്റെ ഒരു മേഖലയുടെ പ്രത്യേകത മനസ്സിലാവുകയുള്ളൂ. കാരണം 3 വനമേഖലകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് നാഗർഹോള, മൈസൂർ, തോൽപ്പെട്ടി. ഈ 3 വനമേഖലകൾ ചേർന്ന് നിൽക്കുന്ന ഒരു ഉൾക്കാട്ടിനകത്ത്, അതിനോട് ഈ നാട്ടുപ്രദേശത്തോട് ചേർന്ന്, കാടിനകത്താണോ എന്ന് ചോദിച്ചാൽ കാടിനകത്താണ്, പക്ഷേ അത് ജനവാസ മേഖലയോട് ചേർന്നിട്ടുള്ള ഭാഗമാണ്. ഇവിടെ കറങ്ങി കിടക്കുകയാണ് ഈ പറയുന്ന ബേലൂർ മഗ്ന എന്ന ആന. അതുകൊണ്ട് തന്നെ ഇത് കർണാടകയുടെ ഫോറസ്റ്റിലേക്ക് പോകുന്നതും അവിടെ നിന്ന് തിരിച്ച് കേരള ഫോറസ്റ്റിലേക്ക് വരുന്നതൊക്കെ നിമിഷങ്ങൾ കൊണ്ടാണ്. അതിന് വലിയ സമയമൊന്നും വേണ്ട. നമുക്ക് ദീപക് എന്നോടൊപ്പം ഉണ്ട്. ദീപകിന് കൃത്യമായിട്ട് അറിയാം, ഈ മണ്ണുണ്ടി വനമേഖലയിൽ നിന്ന് കൃത്യമായിട്ട് ഉള്ളോട്ട് പോകുമ്പോൾ എങ്ങനെയാണത് കർണാടക വനപ്രദേശത്തേക്ക് എത്താൻ സാധിക്കുക? അതായത് ഈ വയനാടിൻ്റെ പ്രധാനമായും 2 കർണാടക അതിർത്തികളാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ബാവലി, അതായത് കർണാടകയുടെ മൈസൂർ ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഒരു അതിർത്തി ചെക്ക് പോസ്റ്റ്. അതുപോലെ തന്നെ നേരത്തെ സാനിയോയും രജിത്തും പറഞ്ഞതുപോലെ തോൽപ്പെട്ടി വനമേഖല, അതായത് കർണാടകയുടെ കൂർഗ് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന മറ്റൊരു 2 ചെക്ക് പോസ്റ്റുകളാണ്. ഈ 2 അതിർത്തികളും യഥാർത്ഥത്തിൽ കേരള കർണാടക അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ മുഴുവനും വനവുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നമ്മൾ മണ്ണുണ്ടി വനമേഖലയിലെത്തി. മണ്ണുണ്ടി ആദിവാസി കോളനിക്ക് തൊട്ട് പുറകിൽ തന്നെ നേരത്തെ ഇന്ന് രാവിലെ ആന ഉണ്ട് എന്ന് അവർക്ക് വിവരം കിട്ടിയിരുന്നു. മാത്രമല്ല ഈ ട്രൈബൽ പ്രൊമോട്ടർ ആയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായൊരു നിർദ്ദേശം അവർ നൽകിയിരുന്നു, ഈ ആദിവാസി കോളനികളിലുള്ളവർക്ക് നൽകിയിരുന്നു, ആനയുണ്ട്, പുറത്തിറങ്ങരുത്. തൊഴിലുറപ്പ് ഇവർക്ക് ഇന്ന് രാവിലെ കണ്ട മണ്ണുണ്ടിയിൽ നിന്ന് നാഗർഹോളയിലേക്ക് എത്ര ദൂരം ഉണ്ടാവും? എത്ര വനങ്ങൾ കഴിഞ്ഞു പോകണം? സാധാരണഗതിയിൽ ഈ മണ്ണുണ്ടിയിൽ നിന്ന് നരിവേങ്ങ എന്ന് പറയുന്നൊരു വനമേഖലയുണ്ട്. നരിവേങ്ങയിൽ നിന്ന് പുഞ്ചവയലിൽ നിന്ന് ചെമ്പകപ്പാറ, അത് കൃത്യമായി എത്തുന്നത് ഈ നാഗർഹോള വന്യജീവി ചെമ്പകപ്പാറ കഴിഞ്ഞ് നാഗർഹോളയിലേക്ക് എത്തി. ചെമ്പകപ്പാറ വഴി നാഗർഹോളയിലേക്കും എത്താം. അതോടൊപ്പം ഈ മൈസൂർ ജില്ലയായ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം വഴി കൂർഗ് ജില്ലയിലെ വനമേഖലയിലേക്കും എത്താൻ എളുപ്പമാണ്. തീർച്ചയായിട്ടും ഇതാണ് കൃത്യമായിട്ട് ഈ ചെമ്പകപ്പാറ എന്ന് പറയുന്നത് മൈസൂർ, നാഗർഹോള എന്ന് പറയുന്ന കർണാടക വനാതിർത്തിയോട് ചേർന്നാണ്. ചെമ്പകപ്പാറ കേരളത്തിലാണെങ്കിൽ കൂടി ചെമ്പകപ്പാറയോട് ചേർന്ന് നിൽക്കുന്നത് മൈസൂർ, അതുപോലെ തന്നെ നാഗർഹോള വനപ്രദേശമാണ്. അപ്പോൾ ഈ ആന മൈസൂർ നാഗർഹോള വനപ്രദേശത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നിൽക്കുന്ന ചെമ്പകപ്പാറയിൽ നിന്ന് അങ്ങോട്ട് കയറിപ്പോയാൽ പിന്നെ കേരള വനം വകുപ്പിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പോൾ സാനിയൊക്കെ നിൽക്കുന്ന ആനപ്പാറ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ മാത്രമേ മയക്കുവെടി വെക്കാനോ അല്ലെങ്കിൽ വനം വകുപ്പിന് എന്തെങ്കിലും ഇടപെടാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനിടയിൽ പെട്ട് കിടക്കുന്നുണ്ട്, ഈ 3 വനാതിർത്തികൾക്കിടയിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ബേലൂർ മഗ്നയെ ട്രേസ് ചെയ്യാൻ പോലും പറ്റാത്തത്. കാരണം എനിക്ക് തോന്നുന്നു സിഗ്നൽ ലഭിക്കുന്നതിൽ പോലും അല്പം വൈകുന്നുണ്ടെന്ന് തോന്നുന്നു. ഓരോ സിഗ്നൽ കിട്ടുന്നതും അരമണിക്കൂറൊക്കെ വൈകിയാണെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ സിഗ്നൽ കിട്ടുന്നത് വൈകുന്നതൊക്കെ ട്രാക്ക് ചെയ്യുന്നതിലൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു ടീമല്ല, ട്രാക്കിംഗ് ടീം 3 or 4 ട്രാക്കിംഗ് ടീമുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഈ ബാവലി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലൂടെ പോയി മണ്ണുണ്ടി വനമേഖലയിൽ ഉണ്ടായിരുന്ന ട്രാക്കിംഗ് ടീം അവിടുന്ന് പുറത്തിറങ്ങിയാണ് ഇപ്പോൾ ആനപ്പാറ ഭാഗത്തേക്ക് പോയിട്ടുള്ളത്. അങ്ങനെ പല ഭാഗത്തായി ട്രാക്കിംഗ് ടീമുണ്ട്. ചില ട്രാക്കിംഗ് ടീമുകൾ വനത്തിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? അതെ, നമ്മൾ ആദ്യം രാവിലെ വനം വകുപ്പിന് ഈ ആനയുടെ കൃത്യമായ ലൊക്കേഷൻ ലഭിക്കുന്നത് ചേലൂർ മണ്ണുണ്ടി വനമേഖലയിലാണ്. ആ സമയം ഈ വനം വകുപ്പ് കൃത്യമായി റേഡിയോ കോഡർ ലൊക്കേഷൻ പരിശോധിച്ചാണ് ആനയുടെ അടുത്തേക്ക് എത്തിയത്. അത് കൃത്യമായി 6:30 കൂടിയാണ്. നമ്മൾ ആ വനമേഖലയിലേക്ക് എത്തുന്നത് 8 മണിയോട് കൂടിയാണ്. ആ സമയം കൊണ്ട് തന്നെ ആന കിലോമീറ്ററോളം സഞ്ചരിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ റേഡിയോ കോളറുമായിട്ടുള്ള ദൂരപരിധി എന്ന് പറയുന്നത് വെറും 500 മീറ്റർ മാത്രമാണ്. 500 മീറ്റർ ദൂരപരിധിയിൽ ഈ ആന സ്ഥിതി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ റേഡിയോ കോളറിൽ ആനകൾ നിൽക്കുന്ന ലൊക്കേഷൻ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കാണിക്കുകയുള്ളൂ. അതിന് പകരം ആന ഒരു 600 മീറ്ററോ അല്ലെങ്കിൽ ഒരു 700 മീറ്ററോ നീങ്ങുകയാണെങ്കിൽ ആനയുടെ ഈ റേഡിയോ കോളർ ലൊക്കേഷനിൽ ആനയുടെ സാന്നിധ്യമുള്ള സ്ഥലം കാണില്ല. അതാണ് ഈ സിഗ്നൽ ലഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇതുകൊണ്ടാണ് നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ബാവലിയിൽ 4 കുങ്കിയാനകളുമുണ്ട്. വിക്രമും സൂര്യയും കോന്നി സുരേന്ദ്രനും ഭരത്തും ഒക്കെ ഉണ്ട്. ഈ 4 കുങ്കിയാനകളെയും ഇവിടുന്ന് പുറത്തിറക്കാനുള്ള ഒരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല. കാരണം മയക്കുവെടി വെക്കാനുള്ള സ്പോട്ട് കണ്ടെത്തുകയും അങ്ങനെ ഒരു തുറസായ പ്രദേശത്തേക്ക് മയക്കുവെടി വെക്കാൻ ആനയെ എത്തിക്കാനും സാധിച്ചാൽ ആ ഭാഗത്തേക്ക് ബാവലിയിൽ നിന്ന് ആനപ്പാറയിലേക്ക് 28 മിനിറ്റ് എടുക്കും. അതായത് 15 കിലോമീറ്റർ ദൂരമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.